ഞങ്ങളൊരു ഇൻട്രോ എടുക്കണമെന്ന് വിചാരിച്ച് കുറച്ചധികം ദിവസമായിട്ടാണ്. ആദ്യത്തെ ചോദ്യം ചന്ദുവിന്റെ ഭാഗത്ത് എന്താണ് ചോദ്യം? അവരോട് ചോദിക്കാനുള്ളത് എന്നാണ് നിങ്ങൾ പോകുന്നത്? നിങ്ങളുടെ ഉത്തരം തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയാണ് പോകുന്നത്? ബൈക്കിൽ. എങ്ങോട്ടാണ് പോകുന്നത്? അത് എത്ര പേരാണ് പോകുന്നത്? ഞങ്ങൾ ഇവിടുന്ന് നേരെ എന്തൊക്കെയാണ് ഓർഡർ നടക്കുക, നാട് വിടുക. എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്? ഈ കൊച്ചിനെ ഇങ്ങനെ ആലോചിക്കണം. ഞാനാണ് ഇതൊക്കെ ഓടിച്ച് മേടിച്ചോണ്ട് പോകേണ്ടത്. ഞാനെന്നെ പഠിപ്പിച്ചാൽ ഞാൻ ഓടിച്ചോണ്ട് പോകുന്നില്ലായിരുന്നു. അതിനും വേദന പോയിരിക്കുന്നത്. എന്താ 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 അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ചേർന്നൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അതിനൊരു ഇൻട്രോ വേണമല്ലോ, അതങ്ങ് പറയാമെന്ന് കരുതി. എൻ്റെ പേര് അഭിമന്യു. എൻ്റെ പേര് അനുപമ. ഇത് ഞങ്ങളുടെ മോള് സമുദ്ര പൗർണമി. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഫാലിമി ഓൺ ബോർഡ്. കഴിഞ്ഞ 6 മാസമായിട്ടുള്ള ഒരു പ്രോപ്പർ പ്ലാനിങ് ആണ് ഈ ഒരു ചാനലിന് പിന്നിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കരുതുന്ന വെറും 6 മാസമായിട്ടുള്ളൂ അല്ല, ഒരു 7 വർഷം മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചതാണ് ഞങ്ങൾ ഹിച്ച് ഹൈക്ക് ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ യാത്രകൾ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. പക്ഷേ ആ ഒരു സമയത്ത് അത് നടന്നില്ല. അതിൻ്റെ പേരിലൊരു മെയിൽ ID വരെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിച്ച് ഹൈ കപ്പിൾ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ അന്ന് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പല പല കാര്യങ്ങളായിട്ട് രണ്ടുപേരും വേറെ വഴിക്ക് പോയി. രണ്ടുപേരും അവരവരുടേതായ ഒരു ഫീൽഡിലേക്ക് മാറാം എന്ന് തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ പോയപ്പോഴും നമുക്ക് എന്താ പറയുക, പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രോത്ത് ഇല്ല. അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്കൊരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഒരുമിച്ചൊരു സമയമോ ഒന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞൊരു 1.5 വർഷത്തിന് മുകളിലായിട്ട് ഞങ്ങൾ ഒന്നിച്ചെന്തെങ്കിലും കാര്യം ചെയ്യണം, ഒന്നിച്ചെന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുള്ള ഒരു ആലോചനയിലായിരുന്നു. അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു, കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. കുറേയൊക്കെ അതിനകത്തിൽ ഫ്ലോപ്പായിപ്പോയി. ഫ്ലോപ്പാണ് കൂടുതൽ. കാരണം നമുക്ക് നമ്മുടെ കഴിവും നമ്മുടെ അറിവും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖല കണ്ടെത്തുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കത് ഒരു 1.5 വർഷത്തിന് മേളിലെടുത്തു. എന്തിലാണ് നമുക്ക് ഒന്നിച്ച് 2 പേർക്കും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. അങ്ങനെ ഫൈനലി 6 മാസം മുന്നേ ഞങ്ങൾ തീരുമാനിച്ചു നമുക്കൊരു ട്രാവൽ മാത്രമല്ല, നമ്മുടെ ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫൺ അങ്ങനത്തെ വീഡിയോസും ട്രാവൽ വീഡിയോസും ഫുഡ് വ്ളോഗും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ 3 പേർക്കും വേണ്ടിയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ പേരൊക്കെ ഇട്ടു. അത് കഴിഞ്ഞപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെ പോവും. ഒരു ഫസ്റ്റ് നമ്മൾ ട്രാവൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. ട്രാവൽ കൂടി ആകുമ്പോൾ അങ്ങ് തുടങ്ങി വെക്കാമല്ലോ. അപ്പം എങ്ങനെ ട്രാവൽ ചെയ്യും, അതാണ് ഫസ്റ്റ്. അത് ഒരുപാട് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരെ ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉള്ളെങ്കിൽ ഞങ്ങൾ നിപ്പിൽ എങ്ങോട്ട് വേണമെങ്കിലും പോകും. അങ്ങനെ പോയിട്ടുണ്ട് പല സ്ഥലത്തും പലയിടങ്ങളിലും. പക്ഷേ കുഞ്ഞും കൂടെ ആയി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു ട്രിപ്പ് പോയിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് നമ്മൾ എങ്ങനെ തുടങ്ങുമ്പോഴാണെങ്കിലും അത് കുറേ കാര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഓരോ ഇത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെ ഒരു യാത്ര പോകാം എന്നുള്ളതായിരുന്നു നമ്മുടെ ആലോചനയിലുള്ള കാര്യം. ആ സമയത്ത് നമുക്ക് സ്വന്തമായിട്ടൊരു ബൈക്ക് പോലും ഇല്ല. നമ്മുടെ ഉള്ളൊരു ബൈക്ക് നമ്മൾ ആക്രിക്ക് കൊടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ഒരു ഫ്രണ്ടിൻ്റെ ബൈക്ക് കൊണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ബൈക്ക് പോലും ഇല്ല. ആദ്യം ഞങ്ങൾ ട്രെയിനിന് പോകാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. പക്ഷേ ട്രെയിനിന് പോകുമ്പോൾ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഒരു റൂറൽ ഏരിയ പിടിക്കുക, എന്നിട്ട് അവിടെ കുറച്ച് നാൾ സ്റ്റേ ചെയ്തിട്ട് അല്ലെങ്കിൽ 1-2 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ട് അവിടുത്തെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി എന്നിട്ട് തിരിച്ചൊന്നിൽ വീട്ടിൽ വരിക അല്ലെങ്കിൽ യാത്ര കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളൊരു രീതിയിൽ പോകാനാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ട്രെയിൻ അപ്പോൾ എല്ലാ ഏരിയയിലോട്ടും കിട്ടണം എന്നില്ല. പിന്നെ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് നമ്മുടെ ഒരു വാഹനത്തിൽ പോകുന്നതായിരിക്കും. നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ അത്രയും നമുക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഓൺ വാഹനമാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ബൈക്ക് പോലും ഇല്ല. എങ്കിൽ പിന്നെ നമുക്ക് ഒരു ബൈക്ക് വാങ്ങിക്കുന്നതിനെ പറ്റിയിട്ടായി ആദ്യത്തെ ഒരു എന്താ പറയുക ടാസ്ക്. അപ്പോൾ എന്ത് ബൈക്ക്, പുതിയത് മേടിക്കോ പഴയത് മേടിക്കോ സൂപ്പർ ബൈക്ക് മേടിക്കോ അല്ലെങ്കിൽ സാധാ ഒരു ബൈക്ക് മേടിക്കോ, അങ്ങനെ എല്ലാം കൂടി ഒരു അത് അന്വേഷണം ഒരു അവിയൽ വഴിയായി. അങ്ങനെ അവസാനം നമ്മളൊരു എല്ലാവർക്കും പറ്റുന്ന അത്യാവശ്യം പവറും വേണം, ഒരുപാട് വിലയാവരുത്, എന്നാൽ പുതിയതാവരുത് വെച്ചാൽ നമുക്ക് ഓൾറെഡി നമ്മുടേതായ ഫിനാൻഷ്യൽ ക്രൈസിസുകളുണ്ട്. അപ്പം നമ്മൾ ഇനി ഒരെണ്ണം കൂട്ടാൻ നോക്കുന്നതിനേക്കാളും റെഡി എടുക്കാൻ പറ്റില്ല. അതെ. അപ്പം നമ്മൾ അതുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു ബേർഡൻ ഉണ്ടാക്കാതെ തന്നെ ഈ ട്രാവൽ നോക്കണം എന്നുള്ളതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. കാരണം എല്ലാ മിഡിൽ ക്ലാസ് ആൾക്കാരെയും പോലെയുള്ള ഒരു ലൈഫും കാര്യങ്ങളാണ് നമുക്കുള്ളത്.
അപ്പോൾ അതിനകത്തിൽ ഒരു എക്സ്പെൻസ് കുറഞ്ഞിരുന്നാൽ അത്രയും നല്ലതെന്ന് തന്നെ നമ്മളും ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഒരു ബൈക്ക് എടുക്കാൻ തീരുമാനിച്ചു. നമുക്ക് കുറച്ച് ചിട്ടി അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു, ചെറിയ ചെറിയ എമൗണ്ടിന് ചിട്ടികളുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ ഒരു കാട്ടുവള ഉണ്ടായിരുന്നു, അത് നമ്മൾ കൊടുത്തു. അങ്ങനെ അതെല്ലാം കൂടെ ആയി വണ്ടി വാങ്ങിച്ചു. വണ്ടിയുടെ പണികൾ കുറച്ചുണ്ടായിരുന്നു, അതും തീർത്ത് അങ്ങനെയാണ് നമ്മളിത് തുടങ്ങുന്നത്. എങ്ങനെ തുടങ്ങി എങ്കിലും നമുക്ക് ഇതിൽ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്, എത്ര ദൂരം പോവാം, എവിടെ വരെ പോവാം, അതുപോലെ എന്തൊക്കെ സെറ്റപ്പുകൾ അതിൽ ചെയ്യണം എന്നുള്ളത് നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. കുറേ വീഡിയോസ് ഒക്കെ കണ്ടു, അതിനകത്തു നിന്നുള്ള ചെറിയ ഒരു നോളജ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതിനകത്തിൽ, എക്സ്ട്രാ ആയിട്ട് ഒന്നും ചെയ്തില്ല. ഒരു ബാക്കിലൊരു കാരിയർ വെക്കുന്നതല്ലാതെ വണ്ടി പ്രോപ്പറായിട്ട് റണ്ണിങ് കണ്ടീഷൻ ആവുക, വഴിയിൽ കിടക്കാത്ത രീതിയിൽ ടയർ, ബാക്കിയുള്ള എഞ്ചിൻ സൈഡ്, ബ്രേക്ക്, ക്ലച്ച്, ആക്സിലേറ്റർ എന്ന് പറയുന്ന ഓയിൽ എന്ന് പറയുന്നത്, അങ്ങനെ വണ്ടിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. എങ്കിലും അതിൽ ഒരുപാട് ദൂരം പോകാനൊന്നും വലിയ പ്ലാനിങ് ഒന്നും ഇല്ല. നമ്മുടെ വീടിനടുത്തുനിന്ന് കുറച്ച് ഏരിയകൾ, ആ ഏരിയാസ് എന്ന് വെച്ചാൽ അധികം ആൾക്കാർ പോയിട്ടുള്ളതും പോയിട്ടില്ലാത്തതുമായിട്ടുള്ള ഞങ്ങളുടേതായ രീതിയിൽ അതിനെ എക്സ്പ്ലോർ ചെയ്യുക, അതൊരു ട്രാവലും. പിന്നെ നല്ല നല്ല ഫുഡ് സ്പോട്ടുകൾ കണ്ടെത്തി അതെന്തൊക്കെയാണ്, നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പം എന്തായാലും കഴിക്കുന്നുണ്ട്, വർഷങ്ങളായിട്ട് കഴിക്കുന്നുണ്ട്. അത് നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, എന്നാൽ അതും ചെയ്തേക്കാം. എന്നാൽ പിന്നെ ഇങ്ങനെ പോവാം. പിന്നെ വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ് ഒരുപാട്, എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് ഇങ്ങനെ സംസാരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അത് രണ്ടും കൂടെ വെച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരോട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ഒരു പരിപാടിയാക്കി. ഇനി സമുദ്രയെ ഞങ്ങൾ അതിനകത്തേക്ക് വെൽക്കം ചെയ്ത് ഞങ്ങളുടെ പുതിയ മെമ്പറാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്ത ഒരു ടാസ്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു അടുത്ത ടാസ്ക്? അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ പേരൻസിനെയും റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് അവരാദ്യം അതൊക്കെ ഒന്ന് അംഗീകരിക്കണമല്ലോ നമ്മളെ. അവരാരും അംഗീകരിച്ചില്ലെങ്കിൽ അതിൽ അംഗീകരിക്കാത്ത ആൾക്കാരിൽ നിന്നും പുറത്തേ ആടുക. അവരംഗീകരിക്കുന്നില്ല എന്നും പറഞ്ഞ് ഒരിടത്ത് അടഞ്ഞുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഇരിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു നോർമൽ ജീവിതം ജീവിച്ച് അങ്ങനെ അങ്ങ് കാലം കഴിഞ്ഞു പോകാന്നേ ഉള്ളൂ. അപ്പം എനിക്ക് എൻ്റെ കഴിവും നിൻ്റെ കഴിവൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്പേസ് പിന്നെങ്കിലും കിട്ടത്തില്ല. കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത്, അപ്പുറത്തെ വീട്ടിലെ പയ്യനോ അപ്പുറത്തെ വീട്ടിലുള്ള ചേച്ചിയോ ചേട്ടനോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നീ അതേപോലെ ചെയ്യും. അവൻ പട്ടാളത്തിൽ പോയി, അവൻ പോലീസിൽ പോയി, അവന് PSC എഴുതി, അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അത് മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്. അങ്ങനെ ചെയ്യുന്നത് അത് അവരുടെ കഴിവ് അവർ കണ്ടെത്തിയത് കൊണ്ടാണ്. ഇപ്പം അതില്ലാത്ത ഒരാൾക്ക് PSC പഠിച്ച് എഴുതാൻ കഴിവില്ലാത്ത ഒരാളെ അടിച്ചടിച്ച് എത്ര നാൾ എഴുതിയാലും അയാൾക്ക് കിട്ടത്തില്ല. അതല്ല അയാളുടെ മറ്റൊരു ടാലന്റ് അയാൾക്കുള്ളത് അതിൽ ശോഭിക്കാതെ അയാൾ ഇതിനകത്തിൽ സമയം മറ്റേ ഏതോ ഒരു ഇത് പറയത്തില്ലേ, ഐൻസ്റ്റീനോ ആരോ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, വെള്ളത്തിൽ കിടക്കുന്ന മീനിനോട് കരയിലെടുത്തിട്ട് മരത്തെ കയറാൻ പറഞ്ഞാൽ കുരങ്ങൻ്റെ കൂട്ടത് മരത്തെ കയറാൻ പറ്റുമോ? ഇല്ല. കുരങ്ങനെ എടുത്ത് വെള്ളത്തിലിട്ട് ഞാൻ മീനിൻ്റെ കൂട്ടനെ നീന്താൻ പറ്റും. അപ്പം അതേപോലത്തെ ഒരു പ്രോസസ്സിലാണ്. ഇപ്പം ഇപ്പം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് ക്യാമറ ഫേസ് ചെയ്ത് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളായിരുന്നു. പക്ഷേ അവിടുന്ന് ഞാൻ എൻ്റെ ഒരു പാത്ത് കണ്ടുപിടിക്കുന്നത് ആഫ്റ്റർ നമ്മുടെ ഈ ഒരു മാരേജ്, അല്ലെങ്കിൽ ഈ ഒരു 2-3 വർഷത്തിനകത്തിലാണ് എനിക്കിതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇതിലാണ് ഞാൻ കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ്. അതേപോലെ ഇപ്പം നീ ഒരു 10 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്, ക്യാമറ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം അതിനകത്ത് തന്നെ ഫോട്ടോഗ്രാഫിയിൽ തന്നെ പല സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നിനക്ക് എന്തിലാണ് ഇൻട്രസ്റ്റ് ഉള്ളതെന്നുള്ളത് നീ കണ്ടുപിടിച്ചതും ഈ ഒരു ചുരുങ്ങിയ കാലയളവിലായിരിക്കും. 10 വർഷമൊക്കെ ഒരു ഫീൽഡിൽ നിൽക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷേ 10 വർഷമായിട്ട് ഒന്നും ആവാതെ പോയ ഒരാളാണ് ഞാൻ. ഒന്നും ആവാതെ പോയത് ഇപ്പോഴാണ് എന്തെങ്കിലും, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ മേഖല ഇതാണ്, ഈ ഒരു ഫീൽഡിൽ ഇതാണ്. കാര്യം നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും നമുക്കൊന്നിലും ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അൾട്ടിമേറ്റ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ഒരു ടാലൻ്റ് ആണ്, അല്ലെങ്കിൽ അതാണ് എൻ്റെത്. അതിനകത്ത് വെഡ്ഡിങ് ആണോ, ഫാഷൻ ഫോട്ടോഗ്രാഫി ആണോ, സ്ട്രീറ്റ് ആണോ, ട്രാവലാണോ, വൈൽഡ് ലൈഫ് ആണോ, അങ്ങനെ പല ഇതുണ്ട്, ലാൻഡ്സ്കേപ്പ് ഉണ്ട്. ഞാൻ നിൻ്റെ അടുത്ത് പണ്ടേ പറഞ്ഞിട്ടില്ല, എനിക്ക് ഇഷ്ടം വൈൽഡ് ലൈഫാണ്, അല്ലെങ്കിൽ സ്ട്രീറ്റിലെ ലൈഫുകൾ എടുക്കുന്നതാണ്, ക്യാൻഡിഡ് എടുക്കുന്ന ലൈഫ് ഫോട്ടോസ് എടുക്കുന്നതാണ്. അപ്പം ഞാൻ കരുതി ഇനി നമ്മുടെ ലൈഫ് ഇനിയിപ്പോൾ അങ്ങ് കാണിക്കാം. ലൈഫ് എടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് ഞാൻ, വെഡ്ഡിങ്ങിനേക്കാട്ടിലുപരി. അപ്പം ഇനി നമ്മുടെ ലൈഫ്, നമ്മൾ കാണുന്ന കാഴ്ചകൾ, അതും അധികം ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കാണിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എത്രത്തോളം അത് പോസിബിൾ ആവുമെന്ന് അറിയത്തില്ല. അതിനുള്ള ഏറ്റവും ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, നമുക്ക് പോകാനായിട്ടുള്ള ഇത്രയും ദൂരം ബൈക്കിൽ പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുഞ്ഞിനെയും കൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്ന സാധനം ഒരു പ്രശ്നമാണ്. അവരെ എക്സ്പ്ലോർ ചെയ്യുക, വഴികളുണ്ട്. പയ്യന്മാരൊക്കെ പോകുമ്പോഴത്തേക്കിന് അതൊക്കെ പിന്നെ പറയാം, ഡീറ്റെയിൽ വേറെ വീഡിയോ ഒക്കെ സ്ഥലം കിട്ടിയിട്ടുണ്ട് സമരയുടെ. ഇപ്പം നമ്മൾ ഇത്രയും കൊല്ലം എടുത്തു നമുക്ക് രണ്ടുപേർക്കും നമ്മുടെ ഏറ്റവും എന്തിൽ ചെയ്താലാണ് നമുക്ക് സക്സസ് എന്നല്ല, എന്ത് ചെയ്താലാണ് നമ്മൾ ഹാപ്പി ആവുക
എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പം നമുക്കിപ്പോൾ ഒരു വഴി ഉണ്ടെങ്കിലല്ലേ ആ വഴി കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉള്ള പ്രതിസന്ധികൾ തരണം ചെയ്ത് പോകാൻ പറ്റുള്ളൂ. നമുക്ക് വഴി ഏതാണെന്നറിയാതെ ആദ്യമേ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എനിക്ക് എന്തായിരുന്നു എടുക്കേണ്ടത് അല്ലെങ്കിൽ എന്തിലാണ് എൻ്റെ കഴിവെന്ന് എനിക്കൊരു ഗൈഡും ഉണ്ടായിരുന്നില്ല. ഞാനത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാനായിട്ട് എനിക്ക് ഇത്രയും സമയവും എടുത്തു. നമ്മൾ മെയിനായിട്ട് കുഞ്ഞിൻ്റെ ഒരു സേഫ്റ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബൈക്കിൽ ഒരു ഫുൾ ടൈം ഒരു വീഡിയോ വ്ളോഗിങ് അല്ലെങ്കിൽ വീഡിയോ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന പരിപാടി നമുക്ക് നടക്കത്തില്ല. ഒരു ഫുൾ ഡേ എല്ലാ ദിവസവും ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടുള്ളത്. ഒരു 2 ദിവസമൊക്കെ പോയി ട്രാവൽ ചെയ്യുക, നമുക്ക് പറ്റാവുന്നതിൻ്റെ അടുത്ത് ഒരു 100 കിലോമീറ്റർ 200 കിലോമീറ്ററിനകത്ത്. അല്ലെങ്കിൽ അങ്ങനെ സ്റ്റേ ചെയ്ത് പോകണമെങ്കിൽ തന്നെ നമുക്ക് അത് നല്ല കോസ്റ്റ്ലി ആവുന്ന ഒരു പരിപാടിയാണ്. ഓരോരുത്തർ റൂം എടുക്കുക, അങ്ങനെ താമസിക്കുക. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ കണ്ടെത്തി അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കാറ് വേണം. അതൊരു വെറും കാറല്ല, ഒരു ആൾട്ടർ ചെയ്തിട്ട്, അതായത് നമുക്ക് വേണ്ട ഫെസിലിറ്റീസ്, നമുക്ക് കിടക്കാനും നമ്മുടെ കിച്ചൺ ഫെസിലിറ്റീസും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കുമായിട്ടുള്ള അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മുടെ ഒരു സെക്കൻഡ്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫേസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ബൈക്കിൽ പോവുക, പറ്റാവുന്ന ദൂരം പോവുക, അത് 1-2 ദിവസമായിട്ട് പോയി അത് കവർ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരിക. പിന്നെ നമ്മുടെ അബിയുടെ വർക്കിനോ നമുക്ക് എനിക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ സേഫായിട്ട് നോക്കാൻ പറ്റുന്നതിന് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഒരു സെക്കൻഡ് ഫേസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതൊരു ഫുൾ ടൈം ജോബ് എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ അതിന് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ ബേസിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ ബേസിക് എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഉള്ളതുകൊണ്ട് എങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു തോട്ടാണ് ആദ്യം നമ്മൾ എല്ലാവർക്കും കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ ആകെ ഉള്ളതൊരു ഐഫോൺ ഉണ്ട്, പിന്നെ ഒരു മൈക്ക് വാങ്ങിച്ചതുണ്ട്, പിന്നെ ഡ്രോൺ എന്ന് പറയുമ്പോൾ നമുക്ക് അതാണ് എൻ്റെ വരുമാന മാർഗം. അത് എൻ്റെ കുടുംബത്തിന് വേണ്ടി എനിക്കും എൻ്റെ കുഞ്ഞിനും ഇവൾക്കും വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഒരു വരുമാന മാർഗം എന്ന് പറയുന്ന ഡ്രോണാണ്. അപ്പം ഞാൻ അതും ഇതിലേക്ക് ഫുള്ളി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അത് നമ്മുടെ ഫുൾ ടൈം ട്രാവലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പം എനിക്ക് പിന്നെ വേറെ വർക്ക് കാര്യങ്ങളൊന്നും അപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു തരത്തിലുള്ള വർക്കുകളും എല്ലാ വർക്കുകളിലും ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം. ഇപ്പോൾ ഈ ഒരു ട്രാവലിന് തന്നെ ഞാൻ കുറേ വർക്കുകൾ ഡ്രോപ്പ് ചെയ്തു. കാര്യം ഈ ഒരു ട്രാവൽ അതായത് നമ്മുടെ ഒരു ജോലിയിലേക്കുള്ള ഒരു ബേസ്മെന്റ് ആണ്. നമ്മുടെ ഫുൾ ടൈം ജോബിനുള്ള ഒരു ബേസ്മെന്റ് ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം അത് തുടങ്ങി വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരിക്കലും അത് തുടങ്ങാനും പറ്റൂല. കാരണം ഇനി കുഞ്ഞ് കുറച്ചുകൂടെ വലുതാകുമ്പോഴേ നമുക്ക് കുറച്ചും കൂടെ റെസ്പോൺസിബിലിറ്റീസ് വരും. അവളുടെ പഠിത്തം കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പിന്നെ അപ്പോഴും ഇത് കളഞ്ഞിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇപ്പം നമ്മൾ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ഒരു ബെറ്റർ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് നമ്മളിപ്പോൾ അത് തുടങ്ങിയത്. ഈ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം ഫുൾ ടൈം ജോബായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പലരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യത്തില്ല. പേരൻസ് ആയാലും ഫാമിലി ആയാലും ചില ഫ്രണ്ട്സ് ആയാലും എല്ലാം അവർ രണ്ടാമതെന്ന് പറയും. പക്ഷെ എല്ലാവരും ഉന്നയിക്കുന്ന ഒരേ ഒരു കാര്യം കുഞ്ഞിൻ്റെ കാര്യമാണ്. അത് ഞങ്ങൾക്കും അറിയാം, ഞങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് അറിയാം അവളുടെ സേഫ്റ്റി, അവളുടെ കാര്യങ്ങൾ. പക്ഷെ അവളുടെ ഫ്യൂച്ചറിന് വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടേ. ഇപ്പം നമ്മൾ എന്താ ഈ ചാനലിനോട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങൾ 2 പേരും ഇപ്പോൾ കുറച്ച് അധികം നാളുകളായിട്ട്, അപ്പോൾ ഇപ്പോൾ ഒരു കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ഫോട്ടോഗ്രാഫി, വീഡിയോ ക്രിയേഷൻ അങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ പറയുന്ന പോലത്തെ വീഡിയോസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു ഒന്നിച്ചുള്ളൊരു ചാനലുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രാവൽ പോവും. അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഒരു സാമ്പത്തിക സ്ഥിതിയും നമ്മുടെ കുഞ്ഞിൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടുള്ള ഒരു ട്രാവലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ട്രാവലിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ പോലെ ഫുഡ് വ്ളോഗുകൾ, അതേപോലെ നമുക്ക് ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. പ്ലസ് നമ്മുടെ വീട്ടിനുള്ളിൽ, അതായത് ഈ ട്രാവൽ പോയ സാധനങ്ങളൊക്കെ എഡിറ്റ് ചെയ്യണമല്ലോ, ആ സമയത്ത് നമ്മൾ എന്താ പറയുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടേതായിട്ടുള്ള നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ എങ്ങനെയാണ് ഇതിൽ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഫുള്ള് നമ്മളിതൊരു ജോലിയായിട്ട് ഇതിനെ കാണുകയാണ്. ജോലി ഞങ്ങളുടെ ഫുൾ ടൈം ഞങ്ങളുടെ ജോബ് ഇതാണെന്നുള്ള രീതിയിലാണ് ഇനി അങ്ങോട്ട് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം ഈ ഒരു കാര്യം കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പല സമുദ്രം മൈക്കൊക്കെ എടുത്ത് എറിഞ്ഞ് ഹലോ അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യും, ഫുഡ് വ്ളോഗ്സ്, അതേപോലെ നമ്മുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫൺ വീഡിയോസ്, ഇതെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നത്. പിന്നെ ചെറിയ ചെറിയ ബിസിനസ് ഐഡിയാസ്, അതായത് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ കാണും. ചിലപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികളായിരിക്കും, അല്ലെങ്കിൽ അതുപോലുള്ള സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്ന സാധനങ്ങളായിരിക്കും, കരകൗശല വസ്തുക്കളായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അവരൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. റൂറൽ ഏരിയസിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ,
അപ്പോൾ അതൊക്കെ എങ്ങനെ പുറത്തേക്കാണ് ഇപ്പം ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിന്ന് ഓരോ ഐറ്റങ്ങളൊക്കെ എങ്ങനെ വെളിയിലോട്ട് പോകുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഞങ്ങളുടെ ആഗ്രഹങ്ങളാണ്. അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ഞങ്ങൾ മാക്സിമം പരിശ്രമിക്കും. ഇപ്പം നിലവിലത്തെ നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പം ഈ നമുക്കറിയാവുന്ന കുറച്ച് പേരോട് നമ്മൾ ഇങ്ങനെ ബൈക്കിൽ പോവാന്ന് പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അവർ പറഞ്ഞ ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കേസാണ്. അത് ശരിയുള്ള കാര്യമാണ്. അവളെ നമുക്കങ്ങനെ ഒത്തിരി ദൂരം ഒന്നും ഇങ്ങനെ ഇതിലിരുത്തിക്കൊണ്ട് പോകുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവിടെ ഇടയ്ക്ക് സ്നഗ്ഗി മാറണം, അതേപോലെ ഫീഡ് ചെയ്യിക്കണം, ആളെ ഒന്ന് ക്ലീൻ ചെയ്യിക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട്. ഇപ്പം സോളിഡ്സ് തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഇതിനകത്തിൽ വരുന്ന ഒരു എന്താ പറയുക ടാസ്ക്കാണ്, അവളെയും കൊണ്ട് പോകുമ്പോൾ ഉള്ള ടാസ്ക്കാണ്. നമ്മുടെ ഒരു പ്ലാൻ ഉണ്ട്. പ്ലാൻ എന്ന് വെച്ചാൽ ഞാൻ ഒരു വണ്ടി അതായത് നമ്മൾ ഫുള്ളി ഓൾട്ടർ ചെയ്തിട്ട് ഒരു വണ്ടി, അതായത് അതിനകത്ത് കിച്ചൺ ഫെസിലിറ്റീസ് ബാക്കി കാര്യങ്ങളൊക്കെ കാരവാൻ പോലെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടി ചെയ്തിട്ട് ഇപ്പോൾ കുഞ്ഞിന് വേണ്ട സാധനം കാര്യം ഇപ്പോൾ ഇവിടെ കൊണ്ട് നമ്മൾ ഒരുപാട് ദൂരത്ത് പോകുമ്പോൾ ഇവർക്ക് നമ്മൾ ഏത്തക്കാക്കുറുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് പാല് തിളപ്പിച്ച് കൊടുക്കാൻ ഒരു സൗകര്യമില്ല. അല്ലെങ്കിൽ നമ്മൾ വഴിയിൽ എവിടെയെങ്കിലും ഇരുന്ന് ഇത് ചെയ്യണം. പക്ഷെ ബൈക്കിൽ പോകുമ്പോൾ റിസ്ക് ആണ്, നമ്മുടെ ആ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതാണ് നമുക്ക് സാധനങ്ങൾ സെറ്റ് ചെയ്യുന്ന ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾ അമ്പലത്തില് അപ്പം അവളുടെ തലയൊക്കെ ഉറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവൾക്ക് ഒരു ശീലം ആയതിന് ശേഷമാണ് ഇപ്പം ഇങ്ങനെ ഫുൾ ടൈം എന്നുള്ള രീതിയിലേക്ക് ഒരു ട്രാവൽ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പം അത്രയും നാൾ അവൾ അതിൽ ഇരുന്നപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അവളത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറക്കി കൊടുത്താൽ മതി, ആളെ ക്യാരി ബാഗിൽ ഒന്ന് ഇറക്കി ഒന്ന് പുറത്തൊക്കെ ഒന്ന് വിട്ടാൽ മതി. അപ്പൊ കുറച്ചൊരു ബ്രേക്ക് കൊടുക്കുമ്പോൾ അവക്കും അതൊരു ആശ്വാസമായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വീട്ടിനകത്തിൽ എപ്പോഴും റൂമിൽ തന്നെ ഇരിക്കുമ്പോൾ പുള്ളിക്കാരിക്ക് ഒട്ടും ഇത് ഇഷ്ടമല്ല, എപ്പോഴും പുറത്ത് കറങ്ങാൻ പോകണം, അതാണ് ഇഷ്ടം. അത് നമുക്കത് അവളുടെ കൂടെയുള്ള ജേർണിയിൽ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. സോ അങ്ങനെ അവളെ പറ്റിയിട്ട് കൂടുതൽ പഠിച്ചതിന് ശേഷം തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സോളിഡ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫുഡ് കൊടുക്കാം. നമുക്ക് കഴിക്കുന്ന ഭക്ഷണം അങ്ങനെ ഫുൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ ഫുഡ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളൊരു സാഹചര്യമുണ്ട്. നമ്മൾ ഈ ഒരു ട്രിപ്പ് ഇപ്പം ഞങ്ങൾ ട്രിപ്പിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇൻട്രോ പറയുന്നതായിരിക്കുമല്ലോ ബെറ്റർ. കാര്യം ആദ്യമേ ഇൻട്രോ പറഞ്ഞു വെച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് വീഡിയോ തുടങ്ങിയിട്ട് പിന്നെ അത് മാറ്റണം. അപ്പോൾ ഒരു യാത്ര പോയിട്ട് ശേഷം എന്താണ് ഞങ്ങൾക്ക് ഇതുകൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ടെസ്റ്റ് ഒക്കെ ആയിരുന്നു ഇത്. അപ്പം ഓക്കെ ഇത് ഞങ്ങൾക്ക് പറ്റും, ഞങ്ങളെ കൊണ്ട് പറ്റും. സമുദ്രം ഒന്ന് കംഫർട്ടാക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ അവൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യണം. ഇപ്പൊ തന്നെ അവളെ തറയുന്ന എടുത്തതിനാണ് അവൾ കിടന്ന് ചാടുന്നത്. അവളെ ഇപ്പൊ ഇവിടെ തന്നെ കളിക്കാൻ വിട്ടോ ആണോ? അവളെ കളിക്കാൻ വിട്ട് കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ ഇനി എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളോട് ഉണ്ടാവണം. നല്ല നല്ല വീഡിയോസ് ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് എല്ലാ ദിവസവും വീഡിയോ ഇടാനാണ് ആഗ്രഹം. ആ ഒരു ലെവലിലേക്ക് ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാനായിട്ട്. ബേസിക്കായിട്ട് എല്ലാ ദിവസവും വീഡിയോ ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അത് എത്രത്തോളം പോസിബിൾ ആവുന്നുള്ളത് അറിയത്തില്ല. എന്നാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. വേണമെങ്കിൽ ഒരു ടെസ്റ്റ് എന്ന രീതിയിൽ ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കണ്ടോളൂ. ഇതെവിടാണെന്നും ഈ സ്ഥലം ഇതെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു അടിപൊളി വീഡിയോ വരുന്നതായിരിക്കും. ഇവിടേക്ക് ഞങ്ങൾ എങ്ങനെ എത്തിപ്പെട്ടു, ഇവിടെ എത്തുന്നതിന് മുമ്പ് എത്തിയ സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് മറക്കണ്ട, ഫാലിമി ഓൺ ബോർഡ്. ഫേസ്ബുക്കിൽ കാണും, ഇൻസ്റ്റാഗ്രാമിൽ കാണും, യൂട്യൂബിൽ കാണും. എവിടെ കണ്ടാലും യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾ മസ്റ്റായിട്ടും വന്നിരിക്കണം. സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ബൈ.